നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല എല്ലാവർക്കും. അങ്ങനെ നരേന്ദ്രമോദി പോസ്റ്റും കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഈ പോസ്റ്റ് കണ്ടത് നമ്മുടെ ജനൻ ടി വിയിലാണ്. ഇതുവരെ ആ CJP പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകളെ കുറ്റം പറഞ്ഞ് അവരങ്ങനെയാണ്, അവർ ടെററിസ്റ്റാണ്, അവർ രാജ്യത്തിനൊരു സമരം ചെയ്യാണ്, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കമൻ്റ് അനുകൂലിച്ചവരെ പോയി ആക്രമിച്ച് എന്താ പറയുക, വളരെ ഭയങ്കര മോശമായി സംസാരിച്ച അവർ തന്നെ അതിൻ്റെ താഴെ പോയിട്ട് മോഡി അതാണ് ചെയ്തു, മോഡി ഇത് ചെയ്തു, മോഡി മറ്റേ ചെയ്തു, ഇപ്പം കണ്ടില്ലേ പപ്പുമോൻ മൂഞ്ചിയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇവരെത്ര പെട്ടെന്ന് ട്വിസ്റ്റാകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടിയല്ല ഇവർ ഈ സമരം ചെയ്തത്. ഈ സമരം ചെയ്ത ആളുകളെ അല്ലേ നിങ്ങൾ കുറ്റം പറഞ്ഞത്. ഇപ്പം ആ സമരം അവർ വിജയിച്ചു. ആര്? മോഡി ഗവൺമെൻറ് തോറ്റു. അവരെ അത് അംഗീകരിച്ചങ്ങാണ്ട് ഇതിട്ടു. അപ്പോഴും നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ നേതാവ് ജയിച്ചു. മനസ്സിലാകുന്നില്ല ഇതിനെന്ത് രോഗമാണ് സത്യമായിട്ടും. അതിനൊക്കെ പേളിയമാണി വന്നൊരു പോസ്റ്റ് എന്ന് കുറേ നേരമായി ഇതിൻ്റെ ഇത് കേൾക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ പറയുക, ഇവർ പോസ്റ്റ് ഇട്ടിങ്ങാണ്ട് ഭയങ്കരമായ ഉപദേശം. എന്തൊരു ഉപദേശം! ആരെങ്കിലും ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവന് സുരക്ഷയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോട്ടെ, വീട്ടിലൊക്കെ ഇരുന്ന് നിങ്ങൾ സമരം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട്. അങ്ങനെ സമരം ചെയ്ത് ഏത് സമരമാണ് വിജയിച്ചിട്ടുള്ളത്? എല്ലാം പറഞ്ഞ അവസാനം ഞാൻ ഓറഞ്ചോ മഞ്ഞല്ല കാവ്യാണ്, എനിക്കിഷ്ടം കാവ്യാണെന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് എന്തിനാണ് ഈ സമരം എന്ന് ഇവർക്കൊക്കെ അറിയാം. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പോസ്റ്റ് വന്നതിന് ശേഷം തല പൊങ്ങിയ നാവിന് ബലം വെച്ച് ഒരുപാട് സെലിബ്രിറ്റികൾ ഇപ്പോഴുണ്ട്. അതുപോലെ ഒന്നായിരിക്കാം ഇത്. ചിലപ്പോൾ അവർക്ക് 2 മക്കളാണ്. അവർ ചിലപ്പോൾ സ്വാർത്ഥയായിരിക്കും. ആരോ പറഞ്ഞിട്ടുണ്ട് അവർ ശ്രീനിയെ മയക്കെടുത്താണ്, ശ്രീനിക്കൊരു കാമുക ഉണ്ടായിരുന്നു, അവർക്കിടയിൽ വന്നിട്ട് തട്ടിയെടുത്താണ് ശ്രീനിയെ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഒരു ഇതൊക്കെ ഉണ്ട്. സത്യം അതാകാനേ വഴിയുള്ളൂ. അങ്ങനെ 2 വെള്ളത്തിലും കാലിട്ടിട്ട് അവിടെയോ അല്ല ഇവിടെയോ അല്ല നാടകം കയറി പോകൂലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ. എന്നിട്ട് കമൻറ്റ് സെക്ഷനൊക്കെ ഓപ്പിട്ടിട്ട് എന്തൊക്കെ ഡയലോഗ് അവരടിക്കണത്. ഞാനത് ആലോചിക്കുന്നത് എന്ത് ചെയ്യും. ഇപ്പം ചില ആളുകൾ നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാനും തോന്നുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർക്ക് മക്കളുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, 2 കുട്ടികൾ പഠിക്കണ്ടേ? അതോ എൻ്റെ കുട്ടികളെ ഞാൻ അബ്രോഡ് വിട്ട് പഠിപ്പിക്കും? ഇവരൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ മക്കളുടെ പഠിത്തം, വിദ്യാഭ്യാസം ഇതൊക്കെ ഞാൻ ഇന്ന സ്ഥലത്തായിരിക്കും, നമ്മൾ ഇന്ത്യയിലല്ല എന്നുള്ള ചിന്താഗതി ഇവർ മനസ്സിൽ വെച്ച് കാണും. അതാണ് ഇവർക്ക് ഇന്ത്യയിൽ പല കാര്യത്തിലും മിണ്ടാതിരിക്കുന്നവരുടെ മനസ്സിൽ അവർക്ക് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാകും. അതായിരിക്കാം ഇവർക്ക് ഒന്നെങ്കിൽ ഇത് പറയാം അല്ലെങ്കിൽ പറയാതിരിക്കാം. പക്ഷെ ഇങ്ങനെ ഇത് പറയാൻ നിൽക്കുന്നു. ഇങ്ങനെ ചാനലും എതിർത്ത് ഇത് ഇങ്ങനെ കുറെ ചാനലും അത് അവരുടെ പാർട്ടി ചാനലാണ്, അവരങ്ങനെ സംസാരിക്കുള്ളൂ. ഇന്ന് ഈ പൊട്ടന്മാരായിട്ടുള്ള ഈ സംഘപരിവാരകളിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് ഒരു കുറ്റം പറയാൻ പോണോ? എന്തൊക്കെയാണ് അവരെ പറഞ്ഞത്? അവരെന്തൊക്കെയാണ് അവരെ കുറ്റം? അവരെന്താണ് മറ്റത് മറിച്ചത്? അവർ സ്റ്റേറ്റിന് അഗൻസ്റ്റായി സംസാരിക്കുന്നു, അവരാണ് ഇവരാണ് തീവ്രവാദികളാണ്, മറ്റേതാണ് ജിഹാദികൾ, മറിച്ചൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയ അവർക്ക് എന്താണ് വേണ്ടത് അത് സമ്മതിച്ച് അവരെ എല്ലാം ഇതായി വിട്ടപ്പോൾ അവരുടെ സമരത്തിന് എന്താ പറയുക, ഒരു സത്യമുണ്ട് അല്ലെങ്കിൽ അവരെന്താണ് ചോദിക്കുന്നതിൽ ന്യായമുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവം പോസ്റ്റുമായിട്ട് അതും എഴുതി വഹിച്ചത് വായിക്കുന്നതിൽ എന്ത് ചെയ്യും. അത് പ്രൊട്ടസ്റ്റ് നടത്തിയ ആളുകളെ ജയിച്ചത് ഇവരുടെ ജയക്കി മാറ്റി. പണ്ട് ഇവർ വന്ന സമയത്തെ അങ്ങനെയാണ്, എല്ലാ പഴയ ആളുകളെയും തങ്ങളുടെ ആളുകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റിയ ആ സ്വഭാവം. എന്തായാലും പേളിമണി ചോദ്യം ചോദിക്കുന്നവരെ ബ്ലോക്ക് ഇടുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓഫാക്കിയിട്ട് പോകുക. ഇതാണോ നിങ്ങൾ എഴുതി വിട്ട നിലപാടുള്ള ചോദിക്കൂ, പറയൂ, കേൾക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ? അതാണോ? എന്നിട്ട് നിങ്ങളോട് ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾ പറയുന്നില്ലല്ലോ.
ഫേക്കാണ് നിങ്ങൾ. ഒരു ഫേക്ക് എന്ന് പറഞ്ഞാൽ അട്ടർ ഫേക്ക് ആയിട്ടുള്ള വ്യക്തി. ഒരുപാട് പേര് അൺഫോളോ ചെയ്ത് പറഞ്ഞു. ഞാൻ പിന്നെ ഫോളോ ചെയ്യാത്തതുകൊണ്ട് അൺഫോളോ ചെയ്യുന്നില്ല കേട്ടോ. സംഖ്യയാണ് ഈ 1-2 വർഷം മുന്നേ ഇവരെയൊക്കെ ഇടി വന്ന് ഇത് ചെയ്തപ്പം അതിൽ കോംപ്രമൈസ് ആയിക്കാണും ഒക്കെ ഇവരുടെയൊക്കെ പൊളിറ്റിക്കൽ അജണ്ട ഇതായിരിക്കാം. ഇതൊക്കെ തെളിച്ച് പറഞ്ഞൂടെ ഞാനതാണ്, ആരെന്ത് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനങ്ങൾ പറഞ്ഞൂടെ. ഇതാണും പെണ്ണും കൊണ്ട സ്വഭാവം അല്ലെങ്കിൽ പല എന്തൊക്കെ പറഞ്ഞ സ്വഭാവം എന്നില്ല പേരൊക്കെ കേൾക്കാൻ നിൽക്കണം. അവരങ്ങനെ അവരതേ പറയുള്ളൂ, അവരതല്ലേ എന്നല്ലേ പറയുള്ളൂ. ഇത് ഇവരെ എതിർത്ത് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകളെ എതിർത്ത് ആരെങ്കിലും ആരെന്തെങ്കിലും പറഞ്ഞോ? കാരണം അവരതാണ്, അവരത് ചെയ്യുള്ളൂ, അവർ പറയുള്ളൂ. ഓക്കെ, ഇന്ന് ഉള്ളിൽ ഇങ്ങനെ സംഗീതം വെച്ചിട്ടും ഉണ്ടാകുന്ന പിന്നെ ഗ്യാപ്പ് കൂടെ പറയുമ്പോൾ നിനക്ക് എത്ര അന്തയടാ എന്നല്ലേ ചോദിക്കുള്ളൂ. എന്തായാലും ഒരു പച്ചക്കൊടി കണ്ടിട്ടുണ്ടവർക്ക് അതിന് ഗ്രോത്ത് ഉണ്ടായി എല്ലാം ശരിയായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗവൺമെൻറ്റാണ്. ഇനി എന്തായാലും ഇത് മുന്നേ ഒരു പ്രതിപക്ഷ പാർട്ടികൾ മുന്നേ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപാട് പേര് കല്ലും ചവിട്ടും കൊള്ളാതെ ഒരു ജീവൻ പോകാതെയൊക്കെ നിന്നേനെ. പക്ഷെ പറഞ്ഞ പോലെ എന്താ പറയുക, മര്യാദയ്ക്ക് സംസാരിച്ചാലൊന്നും ആരും കേൾക്കൂല. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ നീട്ടി ചോദിച്ചു അവർ തരൂല. അത് കാരണം നമുക്ക് ആവശ്യമുള്ളതാണ്, അവർക്ക് ആവശ്യമില്ലാത്തതും അതാണ്. അവർക്ക് വേണ്ട, അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും അവർക്ക്, പക്ഷേ ഇവർക്ക് മനസ്സിലായി എഡ്യൂക്കേഷൻ വേണം. എഡ്യൂക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർക്ക് ഭരണം ഉണ്ടാകില്ല എന്ന് അവർക്കറിയാം. പക്ഷേ അതൊക്കെ ഇനി ഭാവിയിലെ കാര്യങ്ങൾ. എന്തായാലും നല്ലൊരു ഇതുവരെ കാണാത്ത ഒരു സംഭവം നടന്നു. പ്രൈം മിനിസ്റ്റർ നേരിട്ട് വന്നിങ്ങാണ്ട് ആ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി. ആലോചിക്ക്, ഇതുവരെ എങ്ങനെ മൻ കി ബാത്ത് അല്ലാത്ത ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ അയാൾ? ഇല്ലല്ലോ, വന്നില്ലേ. അപ്പം മനുഷ്യനാണ്, ദൈവമൊന്നുമല്ല. അത്രക്കും ഇതിൽ എന്താ പറയുക, പ്രതികരിച്ചാൽ അല്ലെങ്കിൽ സമരം ചെയ്താൽ ഇളകുന്ന കുർസി അല്ലെങ്കിൽ ഇറങ്ങുന്ന കസേരയാണത്, ആളെ മനസ്സും. അതുകൊണ്ട് ഭരിക്കുക, മര്യാദയ്ക്ക് ഭരിക്കുക, എല്ലാവരും നല്ലപോലെ നോക്കുക, എല്ലാവർക്കും വേണ്ടി ഭരിക്കുക. ചിലരുടെ വർത്താനം എന്തായിരുന്നു അറിയോ? പാകിസ്ഥാന് ഇന്ത്യ യുദ്ധം, ചൈന ഇന്ത്യ യുദ്ധം അങ്ങനെയായിരുന്നു. ഇത് നമ്മുടെ വീട്ടിനുള്ളിൽ ഏട്ടനും അഞ്ചനും ഒക്കെ അടി കൂടുന്ന പോലെയാണ് ഇന്ത്യക്കുള്ളിൽ സംഭവം. നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ സഹോദരന്മാരെ നമുക്കുള്ളിൽ ആ വീടിൻ്റെ ഉള്ളിൽ, ഇന്ത്യ ആകുന്ന വീടിൻ്റെ ഉള്ളിൽ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ തലതൊട്ടപ്പനായി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എന്നാൽ ചെയ്തു കൊടുക്കി എന്ന് പറയേണ്ടതിന് പകരം ഒപ്പം നിൽക്കുന്ന ആളെ കുറ്റക്കാരാക്കി തീവ്രവാദികളാക്കി നടക്കുന്ന ഒരു കുറച്ച് ആളുകൾ. എന്തായാലും ഒക്കെ സമാധാനമായി, സന്തോഷമായി. അതിന് കുറേ ആൾക്കാർ ഡ്രസ്സ് വാങ്ങാനൊക്കെ പോയി. ഞങ്ങളുടെ വഴിയാണ് ഈ പുതിയ ന്യൂ വേ ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരാൾ വന്നിരുന്നു. എന്ത് ചെയ്യും അവരൊക്കെ? എന്താ പറയാ, ഡ്രസ്സ് വാങ്ങുന്നതാണ് സമരം. എന്താ ചെയ്യുക? കുറേ ആൾക്കാർ വാങ്ങിപ്പോകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണ്ണ് അങ്ങോട്ടാകും. ഇന്ന് പിന്നെ അതിനെന്നാ പോലെ എല്ലാവർക്കും അവിടെ അടി കൊണ്ട് മെഴുകുക, ആൾക്കാർ അടി കൊള്ളുക, ഒരു പെൺകുട്ടി അങ്ങോട്ട് മരിച്ചുപോയി. അതൊക്കെ ചെയ്യുമ്പോൾ ഇവരിവിടെ നിന്ന് പോയിങ്ങാണ്ട് എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ഡൽഹിയിൽ എവിടെയാണ്? എന്തിന്? സമരത്തിന് പോകാനല്ല, പർച്ചേസിങ്ങിന് പോകാൻ. അത് വലിയ 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 ഇതിൽ വന്നിങ്ങാണ്ട് ഒരാൾ പറയാണ്. ഞങ്ങളോടൊക്കെ ചോദിച്ചു, നിങ്ങളുടേതാണോ? ആദ്യം ആലോചിച്ച് നോക്കി, നിങ്ങളുടേതാണോ ഇത് നാടിന്, ഈ രാജ്യത്തിന് ആവശ്യമായിരുന്നത്. അതിന് നിങ്ങൾ കാരണക്കാരായി, അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും സുഖനിദ്ര നേരുന്നു. ഓക്കെ, എനിക്ക് റിപ്ലൈ കൊടുക്കാണ്ട് ഒരാൾക്ക് കൊടുക്കാണ്ട്. ഓക്കെ, ശരിയെന്നാ.